നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രാർത്ഥിച്ചാൽ എൻ്റെ ജീവിതം കുറച്ചുകൂടെ ക്ലേശകരമാകും, പ്രാർത്ഥിച്ചാൽ എനിക്ക് എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഭയം. അതിൻ്റെ കാരണം പ്രാർത്ഥിക്കുന്ന ആളുകളുടെ തന്നെ സ്വരങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. എനിക്ക് പ്രാർത്ഥിച്ചതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിപ്പോയി, അതുകൊണ്ട് ഇത് സംഭവിച്ചു എന്നൊക്കെയുള്ള രീതിക്കാണ്. അതായത് പ്രാർത്ഥിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പലപ്പോഴും നമ്മൾ അതിനെ കേൾക്കുക. എന്നാൽ ഇന്ന് നമ്മൾ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ പ്രാർത്ഥനയും യഥാർത്ഥ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് വിചാരിക്കുന്നു. പ്രശ്നങ്ങൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട്. അത് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലുമുണ്ട്, പ്രാർത്ഥിക്കാത്തവരുടെ ജീവിതത്തിലുമുണ്ട്. എന്നാൽ ഇവിടെ ഇതിനെ കാണുന്ന മെന്റാലിറ്റിയാണ് പ്രശ്നം. പ്രാർത്ഥിക്കാത്ത ആളുകൾ പ്രശ്നങ്ങളെ ഇതിനെ ഞാൻ അതിജീവിക്കേണ്ടതാണ് എന്ന് പരിഗണിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളെക്കുറിച്ചല്ല, അതിൻ്റെ പോംവഴികളെക്കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തെ എന്ത് ചെയ്ത് അതിജീവിക്കാം എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം അവർക്കൊരു പ്രശ്നമല്ല, മറിച്ച് പോംവഴി കിട്ടാത്തത് മാത്രമാണ് അവരുടെ വിഷമങ്ങൾക്ക് കാരണമാകുന്നതെന്ന് അവർ വിചാരിക്കുന്നു. അൽഫോൻസാമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സഹനങ്ങളെ, വേദനകളെ സന്തോഷത്തോടെ സ്വീകരിച്ചിരുന്ന ഒരുവളാണ് അവൾ. സഹനങ്ങൾ എപ്പോഴും ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമ്മളെ പാത്രമാക്കുന്ന ഒന്നാണ്. സഹനങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിക്കുമ്പോൾ ആത്മാവ് കുറെ കൂടെ ദൈവഹിതത്തോട് ചേരാൻ ശുദ്ധീകരിക്കപ്പെടും. എന്നാൽ വേദനകൾ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതും നമ്മുടെ തെറ്റിന്റെ ഫലമായി അല്ലെങ്കിൽ അതിന്റെ പാർശ്വഫലമായി ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് വേദനകൾ എന്ന് പറയുന്നത്. തെറ്റ് ചെയ്യാതെ എന്നിട്ടും മറ്റു മനുഷ്യരുടെ അസൂയകൾ കൊണ്ടും ഉണ്ടാകുന്ന വേദനകൾ സന്തോഷത്തോടെ സ്വീകരിച്ച ഒരു വ്യക്തിത്വമാണ് അൽഫോൻസാമ്മയ്ക്കുള്ളത്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ഗുണമാണ് നമ്മൾക്ക് കിട്ടുക? പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും, അൽഫോൻസാമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചാൽ കൂടുതൽ വേദനകൾ ഉണ്ടാകും. കാരണം സഹനത്തിന്റെ പുത്രി എന്നാണല്ലോ വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് കൂടുതൽ വിഷമങ്ങളും വേദനകളും നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് അത് തെറ്റാണ്. ആരെയും വേദനിപ്പിക്കുക, കൂടുതൽ ഞെരുക്കുക എന്നൊരു ശീലം പരിശുദ്ധ ത്രിത്വത്തിനുമില്ല, അതായത് ദൈവത്തിനുമില്ല, അൽഫോൻസാമ്മയ്ക്കുമില്ല. പിന്നെ എന്താണ് ഇതിൻ്റെ അകത്തുള്ള നേട്ടം? അൽഫോൻസാമ്മയുടെ മധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ ദൈവിക നന്മ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഞെരുക്കങ്ങളിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവമൊരുക്കുന്ന സഹനം, മറ്റു മനുഷ്യരുടെ അസൂയ കൊണ്ടുണ്ടാകുന്ന വേദനകളിലൊക്കെ അൽഫോൻസാമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യാശയെ നശിച്ചു പോകാതെ വീണ്ടും പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ, ഉന്മേഷത്തോടെ വിശ്വാസം ജീവിക്കാനുള്ള അഭിഷേകമാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഏതു വിധത്തിലുള്ള സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ദൈവത്തിലുള്ള പ്രത്യാശ കാത്തു സൂക്ഷിച്ചുകൊണ്ട് സന്തോഷത്തോടെ വീണ്ടും മുൻപോട്ട് യാത്ര ചെയ്യാനുള്ള ഒരു വലിയ അഭിഷേകമാണ് അൽഫോൻസാമ്മയുടെ മധ്യസ്ഥത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അവളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ദൈവമേ, ഞാൻ ഇനിയും നിന്നെ സ്നേഹിക്കുന്നു. എത്രമാത്രം ഞെരുക്കം വന്നാലും എത്രമാത്രം സഹനം തന്നാലും നീയാണ് എൻ്റെ ഏക രക്ഷകൻ എന്ന് ലോകത്തോട് ഞാൻ പ്രകീർത്തിക്കും എന്നതായിരുന്നു അവളുടെ മനോഭാവം. അങ്ങനെ ഒരു മനോഭാവമുള്ള ആ വിശുദ്ധ കുസുമത്തിൻ്റെ മാധ്യസ്ഥം നമ്മൾ തേടുമ്പോൾ എവിടെയാണ് സഹനത്തെ ഭയപ്പെടാനുള്ള ഒരു വിചാരം അവൾ നമ്മളുടെ മുൻപിൽ ജനിപ്പിക്കുക? അതൊരിക്കലും സാധ്യമല്ല. എന്നാൽ സാത്താന്റെ കാപട്യം എന്താണെന്ന് ചോദിച്ചാൽ, സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചാൽ അതിൽ നിന്ന് ഒരു മനുഷ്യാത്മാവ് ദൈവത്തിന്റെ തിരുമനസ്സ് കണ്ടെത്തും എന്ന രഹസ്യം അറിയുന്നത് കൊണ്ട് സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഒരിക്കലും പിശാച് മനുഷ്യനെ സമ്മതിക്കില്ല. അതുകൊണ്ട് സാത്താൻ വളരെ എളുപ്പത്തിൽ നമ്മുടെ ചിന്തകളെ തെറ്റിദ്ധരിപ്പിക്കും. അൽഫോൻസാമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്കിടയാകണം. അതെന്തിന്റെ പേരിലാണെങ്കിൽ പോലും അവളുടെ മാധ്യസ്ഥം നമുക്ക് ഈശോയെ സ്നേഹിക്കുവാനുള്ള കൃപ വളരെ സമൃദ്ധമായി വാങ്ങിത്തരും. ഏവർക്കും ഏറെ സ്നേഹത്തോടെ പ്രത്യാശാനിർഭരമായ ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ ഇടയാകട്ടെ എന്ന് ഓഷ്യൻ സ്റ്റാർ കുടുംബത്തിൽ നിന്ന് ആശംസിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ഏവർക്കും ഏറെ സ്നേഹത്തോടെ നേരുകയും ചെയ്യുന്നു.